Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബർ 6-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ നാളത്തെ റേഷൻ വിതരണവും. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം. റേഷൻ വിതരണത്തിൻ്റെ കാര്യം തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം 1-ാം തീയതി ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ വിതരണം നാളെ മുതൽ സജീവമാവുകയാണ്. ഓരോ റേഷൻ കടയിലേക്കും വിതരണത്തിന് ആവശ്യമായുള്ള സ്റ്റോക്കുകൾ എത്തിയതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഭക്ഷ്യവിഹിതങ്ങൾ പോയിട്ട് വാങ്ങാവുന്നതാണ്. എല്ലാ റേഷൻ കാർഡിനും എന്തെല്ലാം ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതായിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും 1 കിലോ ആട്ടയും ലഭിക്കും. ഓരോ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കേന്ദ്രവിഹിതമായിട്ടും ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിന് കാർഡിന്മേൽ ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 2 രൂപ നിരക്കിൽ ലഭിക്കും. ഒരു ആട്ട 8 രൂപ നിരക്കിലും. കാർഡിൽ കേന്ദ്രവിഹിതമായിട്ട് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ്. നീല റേഷൻ കാർഡിന് മൊത്തം ലഭിക്കുന്ന ആട്ടയിൽ നിന്ന് 1 കിലോ ആട്ട ഈ പ്രാവശ്യം ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയിൽ നിന്ന് 5 കിലോ അരിയും വെട്ടിക്കുറച്ചിട്ടുണ്ട്. കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. സ്പെഷ്യൽ അരി 15 രൂപ നിരക്കിൽ 5 കിലോയും ലഭിക്കും. 3 ആട്ട 17 രൂപ നിരക്കിലും നീല റേഷൻ കാർഡിന് ലഭിക്കുന്നതാണ്. വെള്ള വിഭാഗം റേഷൻ കാർഡിന് 1 മുതൽ 3 വരെ കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 മുതൽ 3 വരെ ആട്ട 17 രൂപ നിരക്കിലും സ്പെഷ്യൽ അരി 15 രൂപ നിരക്കിൽ 5 കിലോയും ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് വെള്ള റേഷൻ കാർഡിന് ലഭിക്കുക. ഈ വിഹിതങ്ങളെല്ലാം ഇപ്പോൾ പോയിട്ട് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ റേഷൻ കട വഴിയുള്ള കിറ്റ് വിതരണം തൽക്കാലം അവസാനിപ്പിച്ചു എന്നുള്ള സൂചന നൽകി ഭക്ഷ്യമന്ത്രി. നിലവിൽ ഇതുവരെ വിതരണം ചെയ്ത കിറ്റുകളുടെ കണക്കുകളും കിറ്റുകളുടെ എണ്ണവും ഇതിനു വേണ്ടി സർക്കാർ ചിലവാക്കിയിട്ടുള്ള തുകയും എല്ലാം ഭക്ഷ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് ഇനി അടുത്ത കാലത്തൊന്നും ഭക്ഷ്യക്കിറ്റ് ഇല്ല എന്ന് തന്നെയാണ്. ഇനി ചിലപ്പോൾ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഓണത്തിനോ ലഭിച്ചേക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇനിയൊരു ലോക്ക്ഡൗൺ ഉണ്ടാവുകയില്ല എന്ന് ഏകദേശം ഉറപ്പായ സാഹചര്യത്തിൽ ഇനി ഭക്ഷ്യക്കിറ്റുകൾ ആ വഴിക്ക് ലഭിക്കുകയില്ല. കോവിഡ് പ്രതിസന്ധി മാറുന്നത് വരെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്നായിരുന്നു ഈ മന്ത്രി വന്ന സമയത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാക്ക് പാലിക്കപ്പെടുന്നില്ല. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിപ ബാധയെക്കുറിച്ച് തന്നെയാണ്. നിപ ബാധ 2 വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. 12 വയസ്സുകാരൻ ഇന്ന് കോഴിക്കോട് മരണപ്പെടുകയുണ്ടായി. 158 പേർ നിരീക്ഷണത്തിലാണ് നിലവിൽ. 17 പേർ നേരിട്ട് സമ്പർക്കം ഉള്ളവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത്. ശരീരസ്രവവുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ രോഗം പടരുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള രോഗികളെ പരിചരിക്കുന്നവർ മാസ്ക്, ഗ്ലൗസ് നിർബന്ധമായി ധരിച്ചിരിക്കണം. മറ്റൊന്ന്, നമ്മൾ കോവിഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ സാനിറ്റൈസർ കഴുകുക അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക. രോഗി ഉപയോഗിച്ച വസ്തുക്കൾ വേർതിരിച്ച് സൂക്ഷിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുക. പക്ഷികളോ മൃഗങ്ങളോ തൊട്ട പഴങ്ങൾ കഴിക്കരുത് എന്നാണ് നിർദ്ദേശിക്കുന്നത്. മുയൽ, പന്നി, വവ്വാൽ എന്നീ മൃഗങ്ങളുമായി ഇടപഴകുന്നവർ N95 മാസ്ക് ഉപയോഗിക്കുക. കോവിഡിനെ പോലെ അതിവേഗത്തിൽ പടരുന്ന രോഗമല്ല നിപ വൈറസ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. ജാഗ്രതയാണ് വേണ്ടത് എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ മരണ സാധ്യത കോവിഡിനേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി എല്ലാ ആളുകളും ഓർത്തു വെക്കുക. നിപ രോഗവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ സംശയങ്ങൾക്കും അതുപോലെ തന്നെ എന്ത് ആവശ്യത്തിനും വിളിക്കാവുന്ന കൺട്രോൾ റൂം നമ്പറാണ് ഇനി പറയുന്നത്. 0495 238 2500 0495 238 2800. നിലവിൽ കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, മലപ്പുറം ജില്ലകൾ കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി പറയുന്നത് KSEBയുടെ ഒരു മുന്നറിയിപ്പാണ്. വീട്ടിൽ കളിക്കുന്നതിനിടെ 1.5 വയസ്സുകാരിയായ കുട്ടി ഫ്രിഡ്ജിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വീട്ടിലെ എർത്തിങ് സംവിധാനം ഗുണമേന്മ എപ്പോഴും ഉറപ്പുവരുത്തണം. അതിന് ഒരു അംഗീകൃത വയർമാൻ്റെ സഹായം തേടാം. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, അയൺ മെഷീൻ ഇതുപോലെയുള്ള ലോഹ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ 3-പിൻ പ്ലഗുകൾ മാത്രം ഉപയോഗിക്കുക. മെയിൻ സ്വിച്ചിന് സമീപം RCCB ബ്രേക്കർ സ്ഥാപിക്കാൻ മറക്കരുത്.
ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.